ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. അപ്പോൾ കുവൈറ്റിൽ 3-4 ദിവസം മുമ്പ് മംഗഫിൽ തീപിടിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അവരുടെ ശവശരീരങ്ങളെല്ലാം നമ്മുടെ തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ, നമ്മുടെ കേരളത്തിലെ എല്ലാ സഹോദരങ്ങളും എല്ലാവർക്കും എൻ്റെ വേദനയോടുകൂടിയുള്ള പ്രണാമം. എല്ലാവരും അവരുടെ വീട്ടുകാർക്കും, അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, എല്ലാവർക്കും ദൈവം അവർക്കെല്ലാവർക്കും നല്ല ധൈര്യം കൊടുത്ത് അവരുടെ പ്രാർത്ഥനയിലും നമ്മൾ പങ്കുകൊള്ളണം. നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവം നല്ലത് കൊടുക്കട്ടെ. ഒരാഴ്ചയോളമായി ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ. എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഗൾഫിലേക്ക് വരുന്ന എല്ലാ സഹോദരങ്ങൾക്കും, സഹോദരികൾക്കും, അമ്മമാർക്കും, അച്ഛന്മാർക്കും എല്ലാവർക്കും ഒരുപാട് ദുഃഖങ്ങളുള്ള ഒരു ജീവിതമാണ് ഗൾഫ് ജീവിതം എന്ന് പറയുന്നത്. അതിലെ ഗൾഫ് ജീവിതത്തിലെ ജനങ്ങൾ വരുന്ന സ്ത്രീക്കായാലും പുരുഷനായാലും അവരുടെ സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണോ ഗൾഫിൽ വരുന്നു അവർ സന്തോഷമായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അവർ ഗൾഫിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഗൾഫിൽ വന്ന് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് അവർ കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെച്ച് ഒരു വീട് വയ്ക്കുകയോ ഭാര്യയെയും മക്കളെയും നല്ല നിലയ്ക്ക് നോക്കി ഇവിടെ കടം വാങ്ങി നാട്ടിലേക്ക് അയച്ച് അവരെ സന്തോഷിപ്പിച്ചു കൊണ്ട് ജീവിക്കുന്ന ഗൾഫുകാർ അവരെന്ത് വിഷമമാണ് ഇവിടെ അനുഭവിക്കുന്നത് എന്ന് പോലും ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടുകളിൽ നിന്ന് ചോദിക്കാറില്ല. നമ്മുടെ സുഖവിവരങ്ങൾ ചോദിക്കാറില്ല. കുറച്ച് പൈസ ഉണ്ടായിക്കഴിഞ്ഞ് വീടായാൽ, മക്കളൊരുവിധം പഠിച്ച് വലുതായാൽ, ഭാര്യമാരും ആ വന്ന സമയത്തുള്ളതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളെ ഒരു കറുവപ്പല പോലെയാണ്. അതായത് അവർക്ക് പണം മാത്രം മതി. പക്ഷേ ഗൾഫിലിരിക്കുന്നവരുടെ സന്തോഷം എന്ന് പറയുന്നത്, നാട്ടിലുള്ളവർ വിളിച്ച് നമ്മൾ ചോദിക്കുമ്പോഴും അവരെ കാണുമ്പോഴും നമ്മളുടെ വിഷമങ്ങൾ അവരോട് പറയുമ്പോഴും ആ വിഷമത്തിനുള്ള പ്രതിവിധി അവർ നമ്മൾക്ക് തരുമ്പോഴും സ്നേഹം കാണിക്കുമ്പോഴുമാണ് നമ്മൾ സന്തോഷിക്കുന്നത്. എല്ലാവരും വിചാരിക്കും ഗൾഫിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന്. പക്ഷേ ഒന്നുമില്ല. നാട്ടിൽ നിന്ന് വിളിക്കുന്ന നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ, നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ എന്താ ചെയ്യുന്ന എന്നെല്ലാം അന്വേഷിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. അതിലെത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാർ, എത്രയോ അച്ഛന്മാർ, എത്രയോ അനിയന്മാർ, എല്ലാം സ്വപ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അതാണ് ഈ കഴിഞ്ഞ നമ്മളുടെ മംഗപ്പിൽ തീപിടുത്തത്തിലുണ്ടായത്. ഒരുപാട് ഈ വേനൽക്കാലങ്ങളിൽ ഗൾഫ് നാട്ടുകളിലുള്ള ചൂട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ചൂടിനേക്കാളും ചൂട് കൂടുതലാണ്. ഇപ്പോൾ ഇതാ മഹബുല്ല എന്ന് പറയുന്നവിടെയും തീപിടിച്ച് 9 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ന്യൂസിൽ പറയുന്നു. മുഴുവൻ വിവരം അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെയും തമിഴ്നാട്ടിലത്തെയും എല്ലാ സഹോദരങ്ങൾക്കും ശാന്തിയും സമാധാനവും കൊടുക്കട്ടെ, അവരുടെ കുടുംബക്കാർക്കും കൊടുക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഈ സമയത്ത് പാർട്ടിൻ്റെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയുന്നു. കേന്ദ്രത്തിലായാലും നമ്മളുടെ കേരളത്തിലായാലും റീത്ത് കൊണ്ട് വയ്ക്കുന്നതോട് കൂടിയിട്ട് അവരുടെ ബാധ്യത കഴിഞ്ഞു എന്ന് ചിന്തിക്കാതെ ഈ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അവരെത്രയോ അധ്വാനിച്ച്, എത്രയോ കുടുംബങ്ങൾ അച്ഛനും അമ്മയെ നോക്കാനും മക്കളെ പഠിപ്പിക്കാനും ഭാര്യയെ നല്ല നിലയ്ക്ക് എല്ലാത്തിനും വേണ്ടി വന്ന ആൾക്കാരാണ് ഇന്ന് നിശ്ചലമായ ആ ഫ്ലൈറ്റിൽ ഓരോ പെട്ടികളിൽ സഹോദരങ്ങൾ കൊണ്ടിറങ്ങി.
കൊച്ചി എയർപോർട്ടിലത്തെ ആ നിരത്തി വെച്ചിരിക്കുന്ന സഹോദരങ്ങളെ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നും. അതുകൊണ്ട് ഗവൺമെൻറ് നിങ്ങൾ ധൂർത്തടിക്കുന്ന പണം ഞങ്ങളുടെ പണം തന്നെയാണ്. ആ പണം ഈ പാവപ്പെട്ട വീട്ടുകാർക്ക് കൊടുത്ത് പഠിക്കേണ്ട കുട്ടികളെ സഹായിക്കുക, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും അച്ഛനും അമ്മമാർക്ക് വേണമെങ്കിൽ അത് സഹായിക്കുക. ഈ ധൂർത്തടിക്കുന്ന കേരളത്തിലെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ ഈ ധൂർത്തിനുള്ള പണം എടുത്ത് ഈ പാവപ്പെട്ടവർക്ക് സഹായിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതുപോലെ ഞാൻ പാർട്ടി നോക്കുന്നില്ല. ഈ മരിച്ചു കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇത്രയും സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ സഹായിച്ച കേന്ദ്രത്തിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരു കണ്ണ് കാണാൻ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് കാണാൻ വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടുകൂടി അവരുടെ കുടുംബത്തിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അവരോട് പങ്കുചേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ആ കുടുംബക്കാർക്ക് എല്ലാം സമാധാനം കിട്ടാൻ ദൈവം അവർക്ക് സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശാന്തകുമാരി, കുവൈറ്റ്.